സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലെ നീക്കിയിരിപ്പ് തുക വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാമെന്ന കേന്ദ്രവാദം അപ്രായോഗികം. നിലവിലുള്ള കേന്ദ്ര മാനദണ്ഡത്തിൽ മാറ്റം വരുത്താതെ SDRF തുക വയനാടിനായി ചെലവഴിക്കാനാകില്ലെന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം കേരളം ആവശ്യപ്പെട്ട അധിക തുക നൽകാനോ മാനദണ്ഡത്തിൽ മാറ്റം വരുത്താനോ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ ദുരന്ത പ്രതികരണ നിധിയിൽ മതിയായ തുകയുണ്ടെന്ന് ഹൈക്കോടതിയിലും സമർത്ഥിക്കുകയാണ്. എന്നാൽ അടുത്ത വ്യാഴാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ വസ്തുത കോടതിയെ ബോധ്യപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോഴൊക്കെ കേന്ദ്രം ആവർത്തിക്കുന്നത് കേരളത്തിന് ഇതിനകം തന്നെ ധനസഹായം നൽകിയിട്ടുണ്ടെന്നാണ്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ കേന്ദ്രവിഹിതം ഉൾപ്പെടെ 677 കോടി രൂപ ബാക്കിയുണ്ടെന്നും അത് വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാമെന്നുമാണ് വാദം. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കവേ കോടതിയും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് വ്യക്തത തേടിയിരുന്നു. എന്നാൽ കേന്ദ്ര മാനദണ്ഡത്തിൽ മാറ്റം വരുത്താതെ SDRF തുക ചെലവഴിക്കാനാകില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഒരു വീട് തകർന്നാൽ 1.30 ലക്ഷം രൂപ നൽകാൻ മാത്രമേ നിലവിലെ കേന്ദ്ര മാനദണ്ഡത്തിൽ വ്യവസ്ഥയുള്ളൂ. നൂറുകണക്കിന് ജീവനുകൾ നഷ്ടപ്പെട്ട, നൂറുകണക്കിന് വീടുകൾ നിലംപൊത്തിയ വയനാട് മഹാദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ തുക തീരെ തുച്ഛമാണ്. ഒന്നുകിൽ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണം, അതല്ലെങ്കിൽ അധിക തുക അനുവദിക്കണം. ഇത് രണ്ടും സമ്മതിക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലെ നീക്കിയിരുപ്പ് തുക വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാമെന്ന കേന്ദ്രവാദം അപ്രായോഗികമാണ്. വ്യാഴാഴ്ച കേസ് പരിഗണിക്കവേ ഈ വസ്തുതകൾ കോടതിയെ ബോധ്യപ്പെടുത്താനാകുമെന്നാണ് സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷ. പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചു മടങ്ങുമ്പോൾ വിശദമായ മെമ്മോറാണ്ടം നൽകാനാണ് നിർദ്ദേശിച്ചിരുന്നത്. ഇതനുസരിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിൽ വിശദമായ മെമ്മോറാണ്ടം നൽകിയിരുന്നു. ധനസഹായം ഉടൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കേരളത്തോട് കേന്ദ്രം പിന്നീട് ആവശ്യപ്പെട്ടത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് ആയിരുന്നു. കേന്ദ്ര സംഘത്തിൻ്റെ സന്ദർശനത്തിന് ശേഷം 90 ദിവസത്തിനുള്ളിൽ PDNAയും കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. നവംബർ 13-നായിരുന്നു 2219 കോടി രൂപ സഹായം ആവശ്യപ്പെട്ട് കേരളം വിശദമായ നിവേദനം കേന്ദ്രത്തിന് നൽകിയത്. ഒരു മാസമാകാറായിട്ടും കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, സംസ്ഥാനം നിവേദനം നൽകാൻ വൈകിയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ കള്ളം പറയുകയും ചെയ്തു. വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക, ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുക, സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുക തുടങ്ങി സംസ്ഥാനം ആവശ്യപ്പെട്ടതൊന്നും ഇതുവരെ അനുവദിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ കോടതിയിലും വസ്തുതാവിരുദ്ധമായ വാദങ്ങൾ ഉന്നയിച്ച് തടിതപ്പാനുള്ള ശ്രമം തുടരുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.